ഹലോ ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ബോട്ടിൽ പോകാൻ വേണ്ടി നമ്മളിപ്പോൾ സ്കൂട്ടറൊക്കെ എടുത്ത് റെഡി ആയിരിക്കുന്നു. ഇത് നമ്മുടെ നമ്മൾ 2 എണ്ണം പോയി. അവന്മാരെ എന്ത് ചെയ്യാനാണ് പറഞ്ഞാലും കേൾക്കുന്നത്. അതെ, ഇനി നമ്മുടെ യാത്രയാണ് ഗൈസ്, നമുക്ക് കാണാം. ഗൈസ്, അങ്ങനെ എൻട്രിങ് ദിസ് ഇസ് അഗോഡ ഫോർട്ട്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അഗോഡ ഫോർട്ടിൽ കാലുകുത്തിയിരിക്കുന്നു. ദർ ആർ സോ മെനി ടൂറിസ്റ്റ് ഹിയർ. നല്ലോണം ആൾക്കാരൊക്കെ നല്ലോണം ഉണ്ട്. വന്നാലും കോഴിത്തരത്തിന് ഒരു മാറ്റവുമില്ലാതെ വാറ്റി കഴിഞ്ഞോ സുഹൃത്തുക്കളെ? ഇവന്റെ മുഖം കണ്ട അപ്പോഴേ പറയും, നല്ല ഇൻട്രസ്റ്റോടെ നോക്കുകയാണ്. ഇത് പറയണ്ട, ഇത് ജന്മന ഇൻട്രസ്റ്റോടെ വന്നതാ. ഇയാള് പോടോ, ആ കടല് കണ്ടില്ലേ അപ്പുറത്ത്? നമ്മളെ മുക്കി കൊല്ലും നിന്നെ. റസാനെ, കടലൊക്കെ ഇഷ്ടപ്പെട്ടോ? കടലിൽ എത്ര വലിയ വലിയ സാധനങ്ങളൊക്കെ, ഗൈസ്, ഇതാ ദൂരെ കാണുന്നത് ചർച്ചാണ് ഗൈസ്. ഫുൾ ഇങ്ങനെ മാത്രം നിന്നാ മതിയാ? ചലിക്കണ്ടേ? ചലിക്കാം. അപ്പൊ ഗൈസ്, നമ്മള് പോകാൻ പോവുകയാണ്, ചലിക്കാൻ പോവുകയാണ്. കണ്ട ഗൈസ്, അങ്ങനെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫോർട്ട് അഗോഡ ഫോർട്ടിന്റെ ഈ ചെറിയ കമ്പികളിൽ കൂടെ സുഹൃത്തുക്കൾ കണ്ട. അവിടെയൊക്കെ കണ്ട ഇഷ്ടമാതിരി കിടിലം വ്യൂസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇഷ്ടമാതിരി ഇവിടെ എന്തോ ഭയങ്കര തർക്കമാണല്ലോ ഗൈസ്. എന്ത് പറ്റി? കൂളിംഗ് ഗ്ലാസിന്റെ പേരിൽ കടിയോ? കടിയെന്നാണോ നീ കേട്ടത്? അടിയെന്നാണ്. ഇപ്പം കൊല്ലത്തൂര് ലേസിന്റെ പേരിൽ അടി കൂടും, ഇവിടെ കൂളിംഗ് ഗ്ലാസിന്റെ പേരിൽ അടി കൂടും. എന്ത് നാടാണിത്? പറഞ്ഞിട്ട് കാര്യമില്ല. സത്യം പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇന്ത്യയുടെ കൊടി അവിടെ ഉണ്ട്. നമ്മൾ ആ ഇന്ത്യയുടെ കൊടിയുടെ ഒരു ഫുൾ വീഡിയോ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ നടക്കണം. അഗോഡ ഫോർട്ട് എന്ന് പറയുമ്പോൾ കുറേ ഇത്തിരി വീതിയുള്ള ഒരു കൊട്ടാരമാണ്. നമുക്ക് ഇഷ്ടംമാതിരി നടന്ന് കാണാനുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് പ്ലേസസ് വിസിറ്റ് ചെയ്യാനുണ്ട്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫാസ്റ്റ് അപ്പ് ചെയ്ത് കാര്യങ്ങളൊക്കെ നടത്തി അടുത്തയിലേക്ക് പോകാൻ വേണ്ടിയാണ് പ്ലാൻ. നമ്മുടെ റിസാനൊക്കെ സൈറ്റ് സീയിങ് കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. പക്ഷെ നല്ല വ്യൂ ആണ് ഗൈസ്. സത്യം പറഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അഗോഡ ഫോർട്ട്. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഗോവയിൽ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് നമ്മൾ ഇവിടെ കാത്ത് വെച്ച് നമ്മൾ നടന്നിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളെല്ലാവരും അടിച്ച് പൊളിച്ച് ഈ അഗോഡ ഫോർട്ട് നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇനി നമുക്ക് അവിടെ പോകുമ്പോഴാണ് ബെറ്റർ നമുക്കൊരു മറ്റേ സീ വ്യൂ നമുക്ക് കിട്ടാൻ പോകുന്നത്. നമുക്ക് പോയി കാണാം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസിലേക്ക് നമുക്ക് കാണാം. ഓക്കെ.
അഗോഡ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത പ്ലേസ് ഡിസ്കസ്. എവിടെ? ഫോൺ. വേർ ആർ വി ഗോയിങ് നെക്സ്റ്റ്? ഫോൺ പ്ലീസ്. എൻ്റെ ഫോൺ തന്നെ. ഹലോ ഗൈസ്, അപ്പം നമ്മളിപ്പം ശൃംഗേരം ബീച്ച് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഫോർട്ട്. ഇനി ഇതൊരു ഫോർട്ടാണ്, സത്യം പറഞ്ഞാൽ പ്ലസ് ഫോർട്ടാണ്. ശൃംഗേരം ബീച്ചാണ്, ബീച്ചിൽ ഒരു വരുന്ന ഒരു ഫോർട്ട്. അപ്പം നമ്മൾ ഏകദേശം അത് ഇപ്പോൾ കവർ ചെയ്തിട്ടുണ്ട്. ടയേർഡാണ്, എൻ്റെ കൂട്ടുകാരന്മാരും നண்பന്മാരും എല്ലാം ടയേർഡ്. അതിന്റെ തൊട്ട് ബാക്കിലുള്ള താജ് ഹോട്ടലാണ്, അത് പറയാൻ മറന്നു. എല്ലാവരും ടയേർഡാണ്. ഇനി നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ അവിടെ ബീച്ചുണ്ട്, ഇത്തിരി വലിയ ബീച്ചാണ്. നമ്മുടെ കോവളം, നമ്മുടെ ട്രിവാൻഡ്രത്ത് കോവളം, എന്നെ മണ്ടേ നമ്മുടെ ട്രിവാൻഡ്രത്ത് കോവളം വന്നവർക്കൊക്കെ ഉണ്ടെങ്കിൽ എടാ എൻ്റെ വായിൽ കൊണ്ട് വെക്കാതെ, നമ്മുടെ ട്രിവാൻഡ്രത്ത് ആരെങ്കിലും കോവളം ബീച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും വീതി, അതിനെക്കാട്ടിയൊക്കെ ഇരട്ടി വീതിയിലുള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ അവരുടെയൊക്കെ ബാപ്പെന്ന് പറയാൻ പറ്റും കോവളം ബീച്ചിൻ്റെ ചളിയോളി. അത് തന്നെ സത്യം. മതിയുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടത്, എല്ലാവരും ആറ്റിറ്റ്യൂഡ് പറഞ്ഞ് നടക്കുക. കുറച്ച് ലേഡീസിനെ കണ്ടോണ്ടോ? ഓ അത് തന്നെ. Hello friends, hello, welcome to your stay destination, welcome to your Cafe Agoda. Sundar Caramel Tandoori Chai, Miss India Chai Station. शाम की चाय एक प्याली हो जाए, साथ में एक समोसा मिल जाए तो बात. Hello friends, hello, chai coffee, Sundar Caramel Tandoori Chai. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ബീച്ചിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ പൊക്കിയോണ്ടിരിക്കുകയാണ്. നമ്മൾ പൊളിയായിട്ട് പൊക്കിയോണ്ടിരിക്കുകയാണ്. കേട്ടാ, നല്ല റോഡുകൾ, വിശാലമായ റോഡുകളൊക്കെയാണ്. നമ്മൾ ഇങ്ങോട്ടാണ് കാലിക്കറ്റ് ബീച്ച്. അപ്പോൾ നമ്മൾ ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ എവിടെയാടാ ഫോർട്ടിന്റെ പേര്?
ചപ്പോറ ഫോർട്ട്. ചപ്പോറ ഫോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുന്നു. അതവൻ പറഞ്ഞു. അപ്പോൾ ചപ്പോറ ഫോർട്ടിൻ്റെ ഏറ്റവും മുകളിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ നല്ല വെയിലുണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ നല്ല വെയിലുണ്ട്. ഹുസാനെ, ഈ വ്യൂ എങ്ങനെയുണ്ട്? അവിടെ നോക്കി പറ. കൊള്ളാം. എടാ പൊട്ടാ, ഏത് ക്യാമറ നോക്കി. ക്യാമറ സൂപ്പർ, ക്യാമറ സൂപ്പർ. നമ്മളങ്ങനെ വിടാൻ പോകുകയാണ്. യാത്ര ചെയ്ത് പോകുകയാണ്. ഇനി നമ്മൾ ഗോവയിൽ വരുമ്പോൾ മാത്രമേ കാണുള്ളൂ. കൊള്ളാം ഗൈസ്, കൊള്ളാം. നല്ല അടിപൊളി. അയ്യോ, ഇവനായത് ഈ കൂട്ടത്തിൽ ഏറ്റവും മൊഞ്ച ഇവിടെ കുറച്ച് ക്യൂട്ട് പോസസ് ഒക്കെ ചെയ്ത് സ്റ്റിക്കറിന് ഇടക്കാറുള്ള എനിക്ക് സ്റ്റിക്കർ ഉണ്ടാക്കാൻ ഇവൻ എനിക്കൊരു അവസരം ഉണ്ടാക്കി തന്നിരിക്കുന്നു. അടിപൊളി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഹോട്ട് സെയിൽ ഇവിടെ എല്ലാ സാധനങ്ങളും 30 രൂപ. ശരി. ഇത്രേ ഉള്ളൂ. അപ്പം ഇനി നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ ഇനി കാണാം. ഓക്കെ, ബൈ. ശരി ചേട്ടാ, ഓക്കെടാ, ബൈ, കാണാം. ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗോവ വ്ളോഗ്. ഞാനിത് ലേറ്റായി ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ മൊബൈലിലാണ് ഞാൻ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഒരു പ്രാവശ്യം മൊബൈലിൽ ഒരു കംപ്ലൈൻറ്റ് വന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഉള്ള ക്ലിപ്സ് എല്ലാം പോയി. പിന്നെ അത് തിരിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. അതുകൊണ്ടാണ് ലേറ്റായത്. സോറി ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു വ്ളോഗുമായി ഞാൻ പിന്നെ വരുന്നതാണ്. അപ്പോൾ സീ യു ഗൈസ്, ബൈ.